ഓക്കെ, നമ്മൾ അപ്പോൾ ഇന്ന് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് യൂണിറ്റിന്റെ പേര്? പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് റൈറ്റ് റോങ് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ കൊളോണിയലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷനെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മെനി മോഡേൺ ഐഡിയാസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീച്ച്ഡ് ഇന്ത്യ ത്രൂ കൊളോണിയലിസം. അതായത് ഒരുപാട് മോഡേൺ ഐഡിയകൾ ഇന്ത്യയിൽ വന്നു, അതുപോലെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ വന്നു. അതൊക്കെ കൊളോണിയലിസത്തിലൂടെയാണെന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തത് കൊളോണിയലിസം സിംപ്ലി മീൻസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ ബൈ വൺ കൺട്രി ഓവർ അനദർ. അതായത് കൊളോണിയലിസം എന്ന് വെച്ചാൽ ഒരു കൺട്രി മറ്റൊരു കൺട്രിയുടെ മേലെ എന്താണ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമുക്ക് സിംപ്ലി കൊളോണിയലിസം എന്ന് പറയാം. അതായത് ആദ്യം നമ്മൾ മോഡേൺ ഐഡിയാസിനെ കുറിച്ച് പറഞ്ഞു. മോഡേൺ ഐഡിയാസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ റീച്ച് ചെയ്തത് കൊളോണിയലിസത്തിലൂടെയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഒരു കൺട്രി മറ്റൊരു കൺട്രിയുടെ മേലെ അധികാരം സ്ഥാപിക്കുന്നതിനെ കൊളോണിയലിസം എന്ന് പറയാം. കൊളോണിയലിസം ബ്രോട്ട് ഓൺലി പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്നാണ് പറയുന്നത്. പക്ഷേ കൊളോണിയലിസം പൊളിറ്റിക്കൽ മാത്രമല്ല, ഇക്കണോമിക്, അതുപോലെ സോഷ്യൽ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയായില്ല, അങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, അതായത് കൊളോണിയലിസം ബ്രോട്ട് ഓൺലി എ പൊളിറ്റിക്കൽ ചേഞ്ച് എന്നല്ല പറയാ, മറിച്ച് എക്കണോമിക് ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ, അതായത് ഇതെല്ലാം കൂടി ചേർന്നതാണ് കൊളോണിയലിസം. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസം വിച്ച് വാസ് ബേസ്ഡ് ഓൺ എ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഡയറക്ട്ലി ഇൻഫേർഡ് ടു എൻഷുർ ഗ്രേറ്റ് ബെനിഫിറ്റ് ടു ബ്രിട്ടീഷ് ക്യാപിറ്റലിസം. അതായത് ബ്രിട്ടീഷ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ അതൊരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയാണ്. അതിലൂടെ ബ്രിട്ടീഷ് ക്യാപിറ്റലിസത്തിന് എന്താണ് ഗ്രേറ്റ് ബെനിഫിറ്റും പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 4 കറക്റ്റ് ആണെന്ന് പറയാം, 2 കറക്റ്റ് ആണെന്ന് പറയാം, 1 കറക്റ്റ് ആണെന്ന് പറയാം. 3ാമത്തെ തെറ്റാൻ കാരണം പൊളിറ്റിക്കൽ ചേഞ്ച് മാത്രമല്ല, മറിച്ച് എക്കണോമിക്കലും സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ചുകളും ഉണ്ട്. ഇതിലെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്, എന്നിട്ട് അതിന് എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ, ഇറ്റ് ചേഞ്ച്ഡ്. എന്താ നമുക്ക് പിന്നെ നോക്കാം. ഇറ്റ് ചേഞ്ച് നോട്ട് ജസ്റ്റ് ലാൻഡ് ഓണർഷിപ്പ്. ലാൻഡിന്റെ ഓണർഷിപ്പിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഓണർഷിപ്പ് ലോസിൽ മാത്രമല്ല, മറിച്ച് ബട്ട് ഡിസൈഡഡ് ഈവൻ വാട്ട് ക്രോപ്സ് ഓട്ട് ടു ബി ഗ്രോൺ ആൻഡ് വാട്ട് ഓട്ട് നോട്ട് ടു ബി. അതായത് ലാൻഡ് ഓണർഷിപ്പിൽ മാത്രമല്ല, മറിച്ച് എന്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്രോപ്സ് ആണ് വളരേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഓൾട്ടേർഡ്. ഈ ഇറ്റിനെയാണ് നമ്മൾ താഴെ പോയിട്ട് കണ്ടുപിടിക്കാൻ പോണത് ഓപ്ഷൻ കേട്ടോ, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഇറ്റ് ഓൾട്ടേർഡ് ദ വേ ഓഫ് പ്രൊഡക്ഷന്റെ വേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ടുക്ക് പ്ലേസ്. അതായത് പ്രൊഡക്ഷന്റെ വേ മാറി, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം നടത്തുന്നതിലൊക്കെ അതിന്റെ സ്ട്രക്ചർ എല്ലാം ഡിഫറെന്റ് ആയി. അതേപോലെ ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ ഫോറസ്റ്റിലേക്ക് കടന്നു. ഇറ്റ് ക്ലിയർഡ് ട്രീസ്, മരങ്ങളൊക്കെ വെട്ടി. സ്റ്റാർട്ടഡ് ടീ പ്ലാന്റേഷനുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ബോട്ട് ഇൻ ഫോറസ്റ്റ് ആക്ട്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ ലൈഫ്സ് ഓഫ് പാസ്റ്ററലിസ്റ്റ്. അതായത് എന്താ പറയാ, പാസ്റ്ററലിസ്റ്റിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. അതായത് ഇതൊരു പ്രോസസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ്
tea plantation, option C modernization, option C liberalization. ഓപ്ഷൻ എ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം. അതെ, അതായത് ബ്രിട്ടീഷ് ക്യാപിറ്റലിസം ആണ് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവന്നത്. അതായത് ലാൻഡ് ഓണർഷിപ്പിൽ മാത്രമല്ല, മറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൃഷി ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വരെ ബ്രിട്ടൻ കൊളോണിയലിസം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം ഇന്റർഫിയർ ചെയ്ത് തുടങ്ങി. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സിൽ അവര് ഇന്റർഫിയർ ചെയ്തു. അതേപോലെ കാടുകളിൽ അവർ ആക്സസ് ചെയ്യാൻ തുടങ്ങി. പ്ലാന്റേഷൻസ് വെച്ചു, മരങ്ങൾ വെട്ടി, ഫോറസ്റ്റ് ലോസ് മാറ്റി. അപ്പോ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് കൊളോണിയലിസം? കൊളോണിയലിസത്തിന്റെ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ബ്രെഡ് ഓംലെറ്റ് ആൻഡ് കട്ട്ലെറ്റ്സ്, ഓപ്ഷൻ ബി നെക്ടൈസ്, ഓപ്ഷൻ സി എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി ഈറ്റിംഗ് ഇൻ ബനാന ലീവ്സ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയെല്ലാം കൊളോണിയലിസത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. History is full of examples of the annexation of foreign territory and the domination of weaker by stronger powers can be best explained by. അതായത് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് കാണാം. ഫോറിൻ ടെറിട്ടറി, ഏതെങ്കിലും വീക്ക് ആയിട്ടുള്ള രാജ്യക്കാരെ പോയിട്ട് ഡൊമിനേഷൻ നടത്തി അവരുടെ പവേഴ്സ് കാണിക്കുകയും അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. സോ ഓപ്ഷൻ എ കൊളോണിയലിസം, ഓപ്ഷൻ ബി മോഡേണിറ്റി, ഓപ്ഷൻ സി ലിബറലൈസേഷൻ, ഓപ്ഷൻ ഡി നോൺ ഓഫ് ദ എബവ്. ഏതാ? ഓപ്ഷൻ എ കൊളോണിയലിസം. ഓപ്ഷൻ എ കൊളോണിയലിസം. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഇതിൽ റൈറ്റ് ഏതാന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് ചൂസ് ചെയ്യാം. There is a vital difference between the empire building of pre-capitalist times and that of capitalist times. അതായത് ക്യാപിറ്റലിസ്റ്റ് ടൈമിന് മുൻപും ഇന്ത്യയിൽ എന്താണ് എംപയറുകൾ, പല സാമ്രാജ്യങ്ങളുണ്ട്. പക്ഷെ അത് തമ്മിൽ എന്താണ് വൈറ്റൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. പ്രീ ക്യാപിറ്റലിസ്റ്റ് കോൺഗേഴ്സ്, അതായത് എന്താണ് ക്യാപിറ്റലിസ്റ്റിന് മുൻപുള്ള ശക്തികൾ കോങ്കർ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ ബെനിഫിറ്റഡ് ഫ്രം ദർ ഡൊമിനേഷൻ ബൈ എക്സാക്ടിങ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ട്രിബ്യൂട്ട്. ഓൺ ദ ഹോൾ ദേ ഡിഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ഇക്കണോമിക് ബേസ്. അതായത് വൈറ്റൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇക്കോണമിക് ബേസിൽ അവർ കാര്യമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് കൊളോണിയലിസം എന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, അതുപോലെ ഇക്കണോമിക് ആയിട്ടുള്ള എന്താ പറയാ ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇത്തരം കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇക്കണോമിക് ബേസിലോ ഒന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഓക്കെ. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നെക്സ്റ്റ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ അഡ്വെന്റ് ഓഫ് ദ റെയിൽവേസ് ഇൻ ബംഗാൾ. ബംഗാളിലെ റെയിൽവേസിന്റെ എന്താണ് കണ്ടുപിടുത്തോ അല്ലെങ്കിൽ അഡ്വെന്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഫസ്റ്റ് വൺ, മാർക്ക്ഡ് ആൻ ഇമ്പോർട്ടന്റ് ടേണിംഗ് പോയിന്റ് വിച്ച് സോ ദ കൺവേർഷൻ ഓഫ് ഇറ്റ്സ് ഫോറസ്റ്റ് പോളിസി ഇൻ ആസാം. അതായത് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ബംഗാളിലെ റെയിൽവേസിന്റെ അഡ്വെന്റ് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ആസാമിലെ ഫോറസ്റ്റ് പോളിസിയിലെ ഒരുപാട് കൺവേർഷൻ ഈ ഒരു കാരണം കൊണ്ട് സംഭവിച്ചു. ഓക്കെ. ഡിമാൻഡ് ഫോർ റെയിൽവേ സ്ലീപ്പേഴ്സ്. റെയിൽവേ സ്ലീപ്പേഴ്സ് ഡിമാൻഡ് ചെയ്തതും അല്ലെങ്കിൽ അത് ലഭിച്ചതും ട്രാൻസ്ഫോംഡ് ദ ഫോറസ്റ്റ്. ഒരു മിനിറ്റ്. അതായത് റെയിൽവേ സ്ലീപ്പേഴ്സ് ലഭിച്ചത് ട്രാൻസ്ഫോംഡ് ദ ഫോറസ്റ്റ് ഇൻ ആസാം ഫ്രം an unproductive wilderness into lucrative source of revenue for the colonial administration. അതായത് എന്താ പറയുന്നത് വെച്ചാൽ
ആസാം എന്ന് വെച്ചാൽ വലിയൊരു സംസ്ഥാനമാണ്, വലിയൊരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമാണ്. അവിടെ എന്താ പറയാ ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അവിടെ എന്താണ് വൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കാട് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള ഒരു സംസ്ഥാനത്ത് അൺപ്രൊഡക്റ്റീവ് വൈൽഡർനെസ് അതായത് അവർക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ വളരെ കുറവായിരുന്നു. പക്ഷെ റെയിൽവേ സ്ലീപ്പേഴ്സ് അനുവദിച്ചതിന് ശേഷം എന്താണ് ആസാമിലെ ഫോറസ്റ്റുകള് ഒരു വൻ റവന്യൂ ആയിട്ട് മാറി, അതായത് റവന്യൂയുടെ ഒരു റിസോഴ്സ് ആയിട്ട് മാറി. അത് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ സമയത്താണ് നടക്കുന്നത്. ഓക്കെ, ഇനി ലാർജ് ഏരിയാസ് ഓഫ് ദീസ് ഫോറസ്റ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹിൽ ഏരിയാസ് occupied by tribal communities who for centuries depended upon lived in close harmony with nature. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ലാർജ് ഏരിയ ആണ്, അവിടെ ഒത്തിരി ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ഹിൽ ഏരിയാസിലായിരുന്നു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര കാലത്തോളം? സെഞ്ചുറീസോളം, അതായത് നൂറ്റാണ്ടുകളോളം അവരവിടെ നേച്ചറുമായിട്ട് ഹാർമണിയിൽ ജീവിച്ചു. ഓക്കെ, സോ ഓപ്ഷൻ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി. മൂന്നും കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മാറിപ്പോയത് കേട്ടോ. ഇനി ഒരു വലിയ ക്വസ്റ്റ്യനാ, എന്നിട്ട് എന്താണെന്ന് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Dash led to considerable movement of people. It led to movement of people from one part to another within India. ഇന്ത്യയിൽ തന്നെ പരസ്പര ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിച്ചു. People from present day Jharkhand moved to Assam to work on the tea plantation. അതായത് ഇപ്പൊ നിലവിലുള്ള ജാർഖണ്ഡ് ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാർ ആസാമിലേക്ക് ടീ പ്ലാന്റേഷനിലേക്കൊക്കെ ജോലിക്ക് പോയി. A newly emerging middle class, particularly from the British presidency. ബ്രിട്ടീഷ് പ്രസിഡൻസിയിലെ മിഡിൽ ക്ലാസ് regions of Bengal, Madras moved as government employees and professionals like doctors and lawyers moved to different parts of the country. അതായത് ബംഗാളിലെ മദ്രാസിലെയൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ്, അതേപോലെ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആവാം, ലോയേഴ്സ് ആവാം, രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ഇതേപോലെ സഞ്ചരിച്ചു. പീപ്പിൾ ആർ കാർട്ടഡ് ഇൻ ഷിപ്സ് ഫ്രം ഇന്ത്യ ടു വർക്ക് ഓൺ അതർ കോളനൈസ്ഡ് ലാൻഡ്സ് ഇൻ ഡിസ്റ്റന്റ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. അതായത് ആളുകള് ഇന്ത്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ ഏഷ്യയിലേക്ക്, ആഫ്രിക്കയിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ ഷിപ്പ് വഴി കടത്തപ്പെട്ടു. അതായത് ഒരു വലിയ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്. ആൾക്കാർ പരസ്പരം മൂവ് ചെയ്തത്, ട്രാൻസ്പോർട്ടേഷനൊക്കെ വർദ്ധിച്ചു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാന്നാണ് പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഇൻഡസ്ട്രിയലിസം, കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, none of the above. Any guess? ഓപ്ഷൻ ബി കൊളോണിയലിസം. കൊളോണിയലിസം ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് കൺസിഡറബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ഇത് സാധ്യമാക്കി. ഇപ്പൊ പ്രസന്റ് ഡേ ജാർഖണ്ഡിൽ നിന്നും ആസാമിലേക്ക്, അതേപോലെ ന്യൂലി എമർജിങ് മിഡിൽ ക്ലാസ്, എസ്പെഷ്യലി ഏതൊക്കെയായിരിക്കും? ബംഗാൾ, മദ്രാസിൽ നിന്നൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്. അവർക്ക് ഒന്നെങ്കിൽ അവര് ഡോക്ടർ ആയിരിക്കും, ലോയേഴ്സ് ആയിരിക്കും. പിന്നെയുള്ള പോയിന്റ് എന്ന് വെച്ചാല് ഷിപ്പില് കാർട്ട് ചെയ്തു ഡിസ്റ്റന്റ് പ്ലേസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ലാൻഡ്സ് ആയിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക. ഇതിനെ നമുക്ക് സിംപ്ലി എന്ത് വിളിക്കാം? കൊളോണിയലിസം എന്ന് വിളിക്കാം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. To facilitate the smooth functioning of its rule, colonialism introduced a wide array of changes in every sphere, be it legal or cultural
or architectural. അതായത് റൂള് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് കൊളോണിയലിസ്റ്റ് എന്ത് ചെയ്തു, ഒരുപാട് ചേഞ്ചസ് ലീഗൽ ഏരിയയിൽ കൾച്ചറലായിട്ട് ആർക്കിടെക്ചറലായിട്ടൊക്കെ അവർ കൊണ്ടുവന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ മേഖലകള്? ലീഗല്, കൾച്ചറല്, ആർക്കിടെക്ചറല്. ഈ നെക്സ്റ്റ്, we saw how Western education was introduced to create Indians who would manage British colonialism. Instead, it led to the growth of a nationalist and anti-colonial consciousness. അതായത് നമ്മൾ 1-2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു. അവരെന്താണ് ഉദ്ദേശിച്ചത്? അവരുടെ അഡ്മിനിസ്ട്രേഷനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മറിച്ച് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവിടെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ആന്റി കൊളോണിയൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് വന്നു. കാരണം അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, ലിബറൽ വാല്യൂസ് കിട്ടി. അപ്പോൾ ആക്ച്വലി അവർ വായിക്കുന്ന ലിബറൽ വാല്യൂസ് ഒന്നും ബ്രിട്ടീഷേഴ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല, എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ് നേച്ചറിൽ. സോ എന്താണ്, ഇവർക്കൊരു ആന്റി കൊളോണിയൽ കോൺഷ്യസ്നെസ് വരാൻ തുടങ്ങി. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്യാപിറ്റലിസം ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രൈവറ്റ്ലി ഓൺഡ് ആണ്, വ്യക്തികളാണ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഓർഗനൈസ്ഡ് ടു അക്യുമുലേറ്റ് പ്രോഫിറ്റ്സ് വിത്തിൻ മാർക്കറ്റ് സിസ്റ്റം. പിന്നെ ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അക്യുമുലേഷൻ ഓഫ് പ്രോഫിറ്റ്സ് വിത്തിൻ എ മാർക്കറ്റ് സിസ്റ്റം. അപ്പൊ ഇതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ഒരു എക്കണോമിക് സിസ്റ്റം ആണെന്ന് മറക്കരുത് കേട്ടോ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ എത്ര മാർക്ക് ഉണ്ട്? 5 മാർക്ക്. 5 മാർക്ക് ഉണ്ട്. അപ്പൊ 5 മാർക്ക് സ്കോർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് 1 മാർക്കാണ്. മാക്സിമം നെഗറ്റീവ് വരാണ്ട് നോക്കുക. Capitalism in the West emerged out of a complex process of European exploration of the rest of the world, its splendor of wealth and resources, growth of science and technology, its harnessing to industries and agriculture. അതായത് ക്യാപിറ്റലിസം എന്ന് വെച്ചാല് വെസ്റ്റിൽ എങ്ങനെയാണ് എമർജ് ചെയ്തത്? ഒരു കോംപ്ലക്സ് പ്രോസസ് ആയിട്ട് അവര് യൂറോപ്യൻസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്ലെൻഡർ ഓഫ് വെൽത്ത്, റിസോഴ്സസും വെൽത്തും ഒക്കെ ധാരാളം ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇന്ത്യയിലെ ഒരുപാട് എന്താണ് സ്പൈസസ് ഒക്കെ ഇവര് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സയൻസ് ടെക്നോളജിയുടെ ഗ്രോത്ത്, പിന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രീസ്. പിന്നെ അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ തന്നെ അത് ഇച്ചിരി കൂടെ സാമ്പത്തിക ലാഭം കണക്കിലെടുത്തിട്ടുള്ള പലതരത്തിലുള്ള ക്രോപ്പാണ് ഇവര് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വാട്ട് മാർക്ക്ഡ് ക്യാപിറ്റലിസം ഫ്രം ദ വെരി ബിഗിനിങ് വാസ് ഇറ്റ്സ് സ്റ്റാറ്റിക് നേച്ചർ. അതായത് ക്യാപിറ്റലിസം ഇതിന്റെ ബിഗിനിങ് തൊട്ടേ സ്റ്റാറ്റിക് ആണെന്നാ പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിക്, ഡൈനാമിക് എന്ന് നമ്മൾ കേട്ടില്ലേ? സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എപ്പോഴും അതേപോലെ നിൽക്കുന്ന, മാറാണ്ടിരിക്കുന്നത്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം പക്ഷെ സ്റ്റാറ്റിക് അല്ല ക്യാപിറ്റലിസം, മറിച്ച് ഡൈനാമിക് ആണ്. കാരണം ഇതിന് റിന്യൂവേറ്റ് ചെയ്യാനും ഇന്നോവേഷനും അല്ലെങ്കിൽ എന്താണ് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ക്യാപിറ്റലിസം ഈസ് ഡൈനാമിക്, സ്റ്റാറ്റിക് അല്ല, മാറിപ്പോയത്. അപ്പം ഇതില് റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഇനി ചൂസ് ദ കറക്റ്റ് മാച്ച്. കറക്റ്റ് മാച്ച് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇൻഡസ്ട്രിയലൈസേഷൻ റെഫേഴ്സ് ടു ദ എമർജൻസ് ഓഫ് മെഷീൻ പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ഇനാനിമേറ്റ് പവർ റിസോഴ്സസ് ലൈക്ക് സ്റ്റീം ഓർ ഇലക്ട്രിസിറ്റി. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ
വ്യവസായവൽക്കരണം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അവിടെ എന്തൊക്കെയാണ്, മെഷീന്റെ പ്രൊഡക്ഷൻ ഒക്കെ എമർജ് ചെയ്തു. ഇപ്പോൾ പവർ റിസോഴ്സസ് ആയിട്ടുള്ള സ്റ്റീം, ഇലക്ട്രിസിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എക്സ്പാൻഡ് ചെയ്തതും എമർജ് ചെയ്തതും നമുക്ക് പറയാം. എ പ്രൈം ഫീച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പ്രൈം ഫീച്ചർ എന്താ ടുഡേ, അതായത് ഇന്ന് പ്രൈം ഫീച്ചേഴ്സ് എന്താ, is that a large majority of the employed population is not work in factories or offices or shops but in agriculture. കേട്ടിട്ട് എന്തെങ്കിലും കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? തെറ്റല്ലേ? തെറ്റാണ്. അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇന്ന് അവർ അഗ്രികൾച്ചറിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണമെന്നാ പറയുന്നത്. നേരെ മറിച്ച് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നില്ല, ഓഫീസിൽ വർക്ക് ചെയ്യണില്ല, ഷോപ്പിൽ വർക്ക് ചെയ്യണില്ല എന്നൊക്കെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയണത്. തെറ്റാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയില് ഫാക്ടറീസ്, പിന്നെ ഓഫീസ്, ഷോപ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള എന്താണ് എക്കണോമിക് റിസോഴ്സസ്. മറിച്ച് അഗ്രികൾച്ചർ അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Capitalism has the potential to grow, expand, innovate, use technology and labor in a way best assured to ensure greatest profit. അതായത് ക്യാപിറ്റലിസത്തിന് എന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തിനുള്ള? ടു ഗ്രോ, എക്സ്പാൻഡ്, ഇന്നോവേറ്റ്, യൂസ് ടെക്നോളജി. ഗ്രോ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഇന്നോവേറ്റ് ചെയ്യാനും അതുപോലെ ടെക്നോളജി യൂസ് ചെയ്യാനും അതുപോലെ ലേബർ എങ്ങനെ ബെസ്റ്റ് വേയില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അപ്പൊ അവർക്ക് എത്രത്തോളം ഗ്രേറ്റസ്റ്റ് പ്രോഫിറ്റും ലഭിക്കും അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 10ാമത്തത് റൈറ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. 1, 3. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ the impact of the very same British industrialization led to de-industrialization in some sectors. അതായത് ബ്രിട്ടനിലാണല്ലോ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയത്. അതേപോലെ ഇന്ത്യയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് പിന്നീട് വന്നു. സോ ബ്രിട്ടനിലെ അതേ ഇൻഡസ്ട്രിയലൈസേഷൻ, അതേ ഫാക്ടേഴ്സ് ഇന്ത്യയിൽ ഡി-ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ കാരണമായി, അല്ലെ ചില സെക്ടേഴ്സിൽ ഇത് ഡി-ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ഇനി ബാക്കി പോയിന്റ്സ് നോക്കാം. ജസ്റ്റ് ആസ് മാനുഫാക്ചറിങ് ബൂംഡ് ഇൻ ബ്രിട്ടനിൽ മാനുഫാക്ചറിങ് ബൂം ചെയ്തു. ട്രഡീഷണൽ എക്സ്പോർട്സ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് മാനുഫാക്ചേഴ്സ്, ട്രഡീഷണൽ എക്സ്പോർട്സ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് മാനുഫാക്ചേഴ്സ് ഫ്രം ഇന്ത്യ ഡിക്ലൈൻഡ് ഇൻ ദ ഫേസ് ഓഫ് മാഞ്ചസ്റ്റർ കോമ്പറ്റീഷൻ. മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ഒരു സ്ഥലമാണ്. അപ്പൊ മാഞ്ചസ്റ്റർ എന്തിനാണ് ഫേമസ്? വസ്ത്രങ്ങൾക്ക്, വസ്ത്രവ്യാപാരം കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളത്. സോ ആദ്യകാലത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് കോട്ടൺ, സിൽക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് മാഞ്ചസ്റ്ററിന്റെ കോമ്പറ്റീഷൻ വന്നപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം എക്സ്പോർട്ടുകൾ ഡിക്ലൈൻ ആയിട്ട് തുടങ്ങി. ഓക്കെ, this period also saw the further decline of cities such as Surat, മസുലിപട്ടണം. ഇപ്പം മസുലിപട്ടണത്തിനെ മച്ലിപട്ടണം എന്നാണ് പറയാ. വൈൽ ബോംബെ ആൻഡ് മദ്രാസ് ഗ്രോ. ആ ഒരു സമയത്ത് പിന്നീട് വേറെ പല സിറ്റികളും ഡിക്ലൈൻ ആയി. സൂറത്ത്, മസൂലിപട്ടണം ഒക്കെ. അപ്പൊ സൂറത്തും ഇതേപോലെ വസ്ത്രങ്ങൾക്ക് പേര് കേട്ടൊരു സിറ്റിയാണ് ഗുജറാത്തില്. മസുലിപട്ടണം എന്ന് പറയുമ്പോൾ, അതായത് മച്ലിപട്ടണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പൊ ബോംബെ, മദ്രാസും ആ സമയത്ത് ഗ്രോ ആവുകയാണ് ചെയ്തത്. സോ ഇതില് ഏതൊക്കെയാണ് റൈറ്റ് ആൻസേഴ്സ്? 1, 2, 3 റൈറ്റ് ആണ്. ഓപ്ഷൻ സി. ഇനി കറക്റ്റ് മാച്ച് നോക്കാം. ഫ്രം ദ എൻഡ് ഓഫ് ദ 19th century with the installation of mechanized factory industries, some towns became much more heavily populated.
അതായത് 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോട് കൂടിയിട്ട് ഫാക്ടറികളൊക്കെ മെക്കനൈസ് ആവാൻ തുടങ്ങി. അതായത് മെഷീൻ ബേസിലാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫാക്ടറീസ്, ജോബ് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന സമയത്ത് ഈ ടൗണുകൾ സ്വാഭാവികമായിട്ടും ഹെവിലി പോപ്പുലേറ്റഡ് ആവാൻ തുടങ്ങി. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് അബൌട്ട് ന്യൂ മെഷീൻ ബേസ്ഡ് പ്രൊഡക്ഷൻ മാത്രമല്ല, മറിച്ച് സ്റ്റോറി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ന്യൂ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. അതായത് മെഷീൻ ബേസ്ഡ് പ്രൊഡക്ഷൻ മാത്രമല്ല, മറിച്ച് സൊസൈറ്റിയിൽ പുതിയ ഗ്രൂപ്പുകൾ, ന്യൂ സോഷ്യൽ ഗ്രൂപ്പുകൾ എമർജ് ചെയ്യാൻ തുടങ്ങി. ന്യൂ സോഷ്യൽ റിലേഷൻഷിപ്സ് വന്നു. ഇറ്റ് ചേഞ്ചസ് ദ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. ഇത് മൊത്തത്തിൽ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറിനെ മാറ്റി. സോ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ എ. സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഈ ഒരു ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് നോട്ട് എ കോസ്റ്റൽ സിറ്റി? കോസ്റ്റൽ സിറ്റി അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ ഏതാണ്? മുംബൈ ആണോ, ഡൽഹി ആണോ, കൽക്കട്ടയാണോ, അല്ലെങ്കിൽ ചെന്നൈ ആണോ? ഓപ്ഷൻ ബി ഡൽഹി. യെസ്, ഓപ്ഷൻ ബി ഡൽഹി ആണ് കോസ്റ്റൽ സിറ്റി അല്ലാത്തത്. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൽക്കട്ട എക്സ്പോർട്ടഡ് jute to Dundee while Madras sent coffee, sugar, indigo dyes and cotton to Britain. അതായത് കൽക്കട്ട ജൂട്ട് ഒക്കെ എന്തായി, ജൂട്ട് മെറ്റീരിയൽ ഒക്കെ ഡൻഡി സ്കോട്ട്ലാൻഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത സമയത്ത് മദ്രാസ് കോഫി, ഷുഗർ, ഇൻഡിഗോ ഡൈസ്, അതുപോലെ കോട്ടൺ ഇതൊക്കെ ബ്രിട്ടനിലേക്ക് സെൻഡ് ചെയ്തു അല്ലേ? കോഫി, ഷുഗർ, ഇൻഡിഗോ ഡൈസ് ആൻഡ് കോട്ടൺ. ഇനി രണ്ടാമത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ ഇന്ത്യ ക്വയറ്റ് ദ വേ ഇറ്റ് ഡിഡ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും നടന്ന അതേപോലെയല്ല ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. This is not because we began industrialization late. അതായത് ഇന്ത്യക്കാർ ഇൻഡസ്ട്രിയലൈസേഷൻ ലേറ്റ് ആയിട്ട് തുടങ്ങിയത് കൊണ്ടല്ല, മറിച്ച് ബട്ട് ബിക്കോസ് ഓഫ് അവർ ഏർലി ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് urbanization in the modern period were governed by colonial interest. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനിലും urbanization-ലും മോഡേൺ പീരീഡിലെ ഇത്തരം പ്രോസസ്സിലൊക്കെ എന്താണ്, കൊളോണിയൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് എന്താണ് ബ്രിട്ടനിൽ വന്ന അതുപോലത്തെ ഒരു എഫക്റ്റ് ഇന്ത്യയിൽ വരാതിരുന്നത്. ഡിഡ് നോട്ട് ഹാപ്പൻ അല്ലേ? ഓപ്ഷൻ എ. ഇനി മോസ്റ്റ് ഓഫ് ദ ഗാർഡൻസ് വെർ സിറ്റുവേറ്റഡ് ഇൻ ആസാം. ആസാമില് മോസ്റ്റ് ഓഫ് ദ ടീ ഗാർഡൻസ് സിറ്റുവേറ്റ് ചെയ്തു. Since Assam was sparsely populated and the tea plantations were often located on uninhabited hillsides, bulk of the sorely needed labor had to be imported from other provinces. അതായത് ടീ ഗാർഡനുകൾ കുറേയൊക്കെ ആസാമിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ആസാം എന്ന് പറയുമ്പോൾ വളരെ വിരളമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആൻഡ് ഈ ടീ പ്ലാന്റേഷൻ ആസാമിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കൂടുതലും വന്നത് എവിടെയാ? അൺഇൻഹാബിറ്റഡ് ഹിൽസൈഡ്, താമസമില്ലാത്ത മലമുകളിലൊക്കെ. സോ എന്തായി, ഇവർക്ക് ലേബർ ആവശ്യമായിട്ട് വന്നു. അപ്പൊ ഈ ലേബർ അവര് മറ്റ് പ്രൊവിൻസസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇൻ വിച്ച് ഇയർ ദ ടീ ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എപ്പോഴാണ് ടീ ഇൻഡസ്ട്രികൾ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. 1850, 1857, 1851, 1855. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ.
Choose the right one. Indian nationalists saw rapid industrialization of the economy as the path towards both growth and social equality. അതായത് ഇന്ത്യൻ ദേശീയവാദികളുണ്ടല്ലോ, നാഷണലിസ്റ്റ്, അവര് വ്യവസായവൽക്കരണത്തിന്, ഇൻഡസ്ട്രിയലൈസേഷന് എന്തായിട്ടാണ് കാണുന്നത്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു ഗ്രോത്ത്, സോഷ്യൽ ഇക്വാലിറ്റി ഒക്കെ ഇത് കൊണ്ടുവരുന്ന അവര് വിചാരിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ഹെവി ആൻഡ് മെഷീൻ മേക്കിംഗ് ഇൻഡസ്ട്രീസ്. മെഷീൻ മേക്കിംഗ് ഇൻഡസ്ട്രികളുണ്ട്, അതേപോലെ തന്നെ ഹെവി മെഷീൻ, ഇത്തരം കുറെ ഇൻഡസ്ട്രികളുണ്ടല്ലോ. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് പബ്ലിക് സെക്ടർ, holding of a large cooperative sector were considered very important. അപ്പൊ ഇത്തരം ഏരിയകള് അല്ലെങ്കിൽ സെക്ടേഴ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവര് കൺസിഡർ ചെയ്തു. The independent Indian state not played an active role in promoting industrialization. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കാര്യമായിട്ട് പങ്ക് വഹിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടന്നു. അതുപോലെ 5-year പ്ലാൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോ ഇന്ത്യൻ സ്റ്റേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് തെറ്റി ആൻസർ ചെയ്യരുത്. സോ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഇനി ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ബൊക്കാരോ, ഭിലായി, റൂർക്കേല, മൈസൂര്. ഏതായിരിക്കും ഓഡ് വൺ? ഓപ്ഷൻ ഡി മൈസൂര്. മറ്റതൊക്കെ സ്റ്റീൽ പ്ലാന്റ്സ് ഒക്കെ പോലെയുള്ള ഇൻഡസ്ട്രീസ് ആണ്, ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹു ആർഗ്യൂഡ് ദാറ്റ് ഇൻ ഇന്ത്യ many villages are becoming increasingly subject to the impact of urban influences. അതായത് ഇന്ത്യയിൽ ഒരുപാട് വില്ലേജസ് ഉണ്ട്, അത് ഇൻക്രീസിംഗ്ലി സബ്ജക്ട് ടു ദ ഇമ്പാക്ട് ഓഫ് അർബൻ ഇൻഫ്ലുവൻസസ്. അവിടെയൊക്കെ അർബൻ ഇൻഫ്ലുവൻസസ് വരാൻ തുടങ്ങി. ബട്ട് ദ നേച്ചർ ഓഫ് അർബൻ ഇമ്പാക്ട്, പക്ഷെ ഈ അർബൻ ഇമ്പാക്ട് എന്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും? varies according to the kind of relation of a village has with a society or town. ഒരു സിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ടൗണുമായിട്ടോ ഒക്കെ ഒരു വില്ലേജിനുള്ള ഒരു ബന്ധം ഉണ്ടാവില്ലേ, അതിനനുസരിച്ചായിരിക്കും അർബൻ ഇമ്പാക്ട് ആ വില്ലേജിനെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് ആര് പറഞ്ഞത്? എം.എസ്.എ. റാവു. ഇനി നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ, സെക്കുലറൈസേഷൻ, അതേപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ, ഈ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ സെക്കുലറൈസേഷൻ മുൻപ് പല തരത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സാൻസ്ക്രിറ്റൈസേഷൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ആണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഓഡ് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. 19ാമത്തെ ഫസ്റ്റ് എ പ്രോസസ് ദാറ്റ് പെർട്ടൈൻസ് ടു സോഷ്യൽ മൊബിലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് കൊളോണിയലിസം. അതായത് കൊളോണിയലിസത്തിന് മുൻപേ ഉള്ള ഒരു പ്രോസസ്സാണ് ഇത്. ദ ഇമ്പാക്ട് ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ ഈസ് മെനി സൈഡഡ്. അതായത് സാൻസ്ക്രിറ്റൈസേഷനെ കുറിച്ച് ആണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഇനി സി, ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി സീൻ ഇൻ ലാംഗ്വേജ്. ഇതിന്റെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ കാണാം? ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഐഡിയോളജി, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് റിച്വൽ ആൻഡ് ഇൻ റെയിൽവേസ്.
റെയിൽവേസിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കാണാന്ന് പറയുന്നു, പക്ഷെ റെയിൽവേസിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റില്ല. മറിച്ച് ഇതുപോലത്തെ ഒരുപാട് കൾച്ചറൽ ആസ്പെക്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഐഡിയോളജി, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, ഇങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ഇനി ഡീസാൻസ്ക്രിറ്റൈസേഷൻ ഒക്കേഴ്സ് ഇൻ ദ റീജിയൻസ് വേർ നോൺ സാൻസ്ക്രിറ്റിക് കാസ്റ്റ് വേർ ഡൊമിനന്റ്. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാല് നമുക്ക് മലയാളത്തിൽ സംസ്കൃതവൽക്കരണം എന്നൊക്കെ പറയാം. അതായത് സംസ്കൃതം എപ്പോഴും ഒരു അപ്പർ കാസ്റ്റിന്റെ ഭാഷയായിരുന്നല്ലോ. അപ്പം ഡീസാൻസ്ക്രിറ്റൈസേഷൻ, അപ്പോൾ അപ്പർ കാസ്റ്റിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പർ കാസ്റ്റിന്റെ എന്താണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, റിച്വൽസ്, കസ്റ്റംസ് ഒക്കെ ഇവർ ഫോളോ ചെയ്യും, ഇല്ലേ? അപ്പം ഡീസാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഡീസാൻസ്ക്രിറ്റൈസേഷൻ നടക്കണമെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അപ്പർ കാസ്റ്റ് അല്ലാത്ത വിഭാഗങ്ങള് ഡോമിനന്റ് ആയിരിക്കണം, അല്ലെ? അപ്പൊ ഡീസാൻസ്ക്രിറ്റൈസേഷൻ എന്താണ്, സാൻസ്ക്രിറ്റൈസേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്. അപ്പൊ ഓഡ് വൺ ഏതാ? ഓപ്ഷൻ സി അല്ലേ? ഇനി 20ാമത്തേതാണ്. സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് പറയാം. The Sanskritization of a group has usually the effect of improving its position in the local caste hierarchy. Sanskritization എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ്, അവരുടെ കാസ്റ്റ് ഐഡന്റിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് അപ്പർ കാസ്റ്റിലേക്ക് അവർ മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു ലോക്കൽ കാസ്റ്റ് ഹൈറാർക്കിയിൽ എന്താണ് മുന്നോട്ടേക്ക് വരാൻ, ആ ഒരു ലാഡറിലേക്ക് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവര് ശ്രമിക്കുന്നത്. ഓക്കെ, ഇതെന്താ? ലാഡർ, കോണി. അപ്പൊ മുന്നോട്ടേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഇറ്റ് നോർമലി പ്രീസപ്പോസസ് എയ്തർ an improvement in the economic or political position of the group. ഒന്നെങ്കിൽ ഇത് ഇക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പൊസിഷന് ഓഫ് ദ ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് നോർമലി എന്തിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും? എക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ടിൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊസിഷനിലും ഉണ്ടാവും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി റൈറ്റ് വണ്ണ് കണ്ടുപിടിക്കാം. കുമുദ് പവാഡ് ഇൻ ഹർ ഓട്ടോബയോഗ്രഫി recounts how a Dalit woman became a history teacher. Next, Sanskritization suggests a process whereby people want to improve their status through adoption of names and customs of culturally high-placed groups. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, കാരണം ഇത് ഫെമിലിയർ ആണ്. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? പീപ്പിൾ വാണ്ട് ടു ഇംപ്രൂവ് ദെയർ സ്റ്റാറ്റസ്. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യണം. അവരെന്താ ചെയ്യുന്നത്? ത്രൂ അഡോപ്ഷൻ ഓഫ് നെയിംസ് ആൻഡ് കസ്റ്റംസ് ഓഫ് ഹൈലി പ്ലേസ്ഡ് ഗ്രൂപ്പ്സ്. നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ കുറെ ദിവസമായിട്ട് പറയുന്നു, കുറെ സ്ലൈഡുകളിലൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഓക്കെ. ഇനി കുമുദ് പവാദ് എന്ന് പറയുന്നത് ഒരു ദളിത് ആയിട്ടുള്ള വിമൺ ആണ്. അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ അവര് ഹിസ്റ്ററി ടീച്ചർ ആകാനുള്ള സ്ട്രഗിൾസിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് സാൻസ്ക്രിറ്റിക് ടീച്ചർ ആവാനുള്ള സ്ട്രഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സംസ്കൃതം എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഷയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ദളിത് സ്ത്രീക്ക് ഉണ്ടാവുന്ന സ്ട്രഗിൾസ് എന്താണ്, സ്വാഭാവികമാണ്, അല്ലെ? സംസ്കൃതം പഠിക്കാന്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെയാണ് അവര് ഓട്ടോബയോഗ്രഫിയിൽ പറയണത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഇനി 5 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. സാൻസ്ക്രിറ്റൈസേഷൻ ആസ് എ കോൺസെപ്റ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ക്രിട്ടിസിസം ഉണ്ട്, ക്രിട്ടിസൈസ്ഡ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. It has been for exaggerating social mobility or the scope of lower caste to move up the social ladder. ഇത് എന്താണ് ഒന്നാമത്തേതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം? ഇവര് സോഷ്യൽ മൊബിലിറ്റി സാധ്യമാവുന്നുള്ള കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്തു.
അതായത് കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ അല്ലെ കുറച്ച് കാലമൊക്കെ കഴിയുന്ന സമയത്ത് ഇവരിങ്ങനെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റിച്വൽസ് ഫോളോ ചെയ്താല് ഈ ഒരു കാസ്റ്റ് ഹൈറാർക്കിയിൽ ഇവർക്ക് മൊബിലിറ്റി ഉണ്ടാവും എന്നാ പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇവർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി കിട്ടുന്നില്ല, എക്സാജറേറ്റഡ് ആണ് കുറെയൊക്കെ എന്നാണ് ക്രിറ്റിസിസം. അതുപോലെ ഓർ ദ സ്കോപ്പ് ഓഫ് ലോവർ കാസ്റ്റ് ടു മൂവ് അപ്പ് ദ ലാഡർ, അവര് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലാഡറിൽ ആ ഒരു ഹൈറാർക്കിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇവിടെ മുന്നോട്ട് പോകാൻ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പൊസിഷണൽ ചേഞ്ച് ഒക്കെ വരും. ഇപ്പൊ ഞാനൊരു ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരു പൊസിഷണൽ ചേഞ്ച് ഒക്കെ വന്നെന്ന് വരും. പക്ഷെ ടോട്ടൽ സ്ട്രക്ചറിന് ഇത് ബാധിക്കാൻ പോകുന്നില്ല. അപ്പം രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയാണ്. ഓക്കെ. ഇറ്റ് ഹാസ് ബീൻ പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ ഐഡിയോളജി ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ ആക്സെപ്റ്റ്സ് ദ വേസ് ഓഫ് അപ്പർ കാസ്റ്റ്. അപ്പർ കാസ്റ്റിന്റെ വേസിനെ ഇവർ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് ഒന്നിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്തോ സുപ്പീരിയർ ആണെന്നുള്ള ഒരു തോട്ട് കാരണമാണല്ലോ ആൾക്കാര് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവർ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സുപ്പീരിയർ ആക്കി വെക്കുകയും അവരുടെ സ്വന്തം കാസ്റ്റിനെ അവർ ഇൻഫീരിയർ ആയിട്ട് കാണുകയും ചെയ്യുന്നു. കറക്റ്റ് ആണ്. വി ഓൾസോ ഹാവ് എ വൈബ്രന്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം. നമുക്കൊരു വൈബ്രന്റ് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള അതേപോലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. അതേസമയം തന്നെ നമുക്ക് കാസ്റ്റ് റൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റി എത്രത്തോളം കാസ്റ്റിൽ റൂട്ടഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് മൊബിലൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് രണ്ടും കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. സോ ഇതിലെ എല്ലാ പോയിന്റ്സും തന്നെ കറക്റ്റ് ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എൻ ശ്രീനിവാസ് ആണ് ഈ ഒരു വെസ്റ്റേണൈസേഷൻ എന്നുള്ളൊരു ടേം കോയിൻ ചെയ്യുന്നത്. ഹി ഡിഫൈൻസ് ദാറ്റ് വെസ്റ്റേണൈസേഷൻ ആസ് ദ ചേഞ്ചസ് brought about in Indian society and culture as a result of over 150 years of British rule. അതായത് വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ എന്താണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രിട്ടീഷേഴ്സ് ഒരു 150 വർഷം ഭരിച്ചതിന്റെ റിസൾട്ടായിട്ട് കൾച്ചറിലും മറ്റു കാര്യങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചേഞ്ചിനെ നമുക്ക് സിംപ്ലി എന്താന്ന് പറയാം, വെസ്റ്റേണൈസേഷൻ എന്ന് പറയാം. പാശ്ചാത്യവൽക്കരണം. ഇവിടെ ഏതൊക്കെ ലെവലിലാണ് ചേഞ്ചസ് വരുന്നത്? ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഐഡിയോളജി, വാല്യൂസ്, ഇത്തരം ഏരിയകളിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ. വിച്ച് ടേം ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു വെസ്റ്റേണൈസേഷൻ? വെസ്റ്റേണൈസേഷനുമായിട്ട് കറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു ടേം ഏതായിരിക്കും താഴെ പറയുന്നതില്? ഓപ്ഷൻ സി, കൾച്ചറൽ ട്രേഡ്സ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് ഡയറക്റ്റ് ബന്ധമില്ലാത്തത്. ട്വൈസ് ബോൺ എന്ന് വെച്ചാൽ നമ്മള് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാ. അപ്പൊ ഇത് കുറച്ചുകൂടെ സാൻസ്ക്രിറ്റൈസേഷനിലാണ് ബന്ധമുള്ളത്. സബ് കൾച്ചറൽ പാറ്റേൺ, വെസ്റ്റേൺ കൾച്ചർ, അതുപോലെ കൾച്ചറൽ ട്രൈറ്റുകൾ. ഇപ്പൊ കൾച്ചറൽ ട്രൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോ തെറ്റിപ്പോയത്, കൺഫ്യൂഷൻ ആയില്ലേ പെട്ടെന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു സജസ്റ്റഡ് ദാറ്റ് വൈൽ ലോവർ കാസ്റ്റ് സോട്ട് ടു ബി സാൻസ്ക്രിറ്റൈസ്ഡ്, അപ്പർ കാസ്റ്റ് സോട്ട് ടു ബി വെസ്റ്റേണൈസ്ഡ്? അതായത് ഇതിലൊരു വ്യക്തി പറയേണ്ടത് എന്താണെന്നറിയോ? അതായത് ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് സാൻസ്ക്രിറ്റൈസ്ഡ് ആവാന് അല്ലെങ്കിൽ അപ്പർ ലാഡറിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യണത്? വെസ്റ്റേണൈസ്ഡ് ആവാൻ ശ്രമിക്കുകയാണ്. പാശ്ചാത്യരെ അനുകരിക്കാൻ. ഒരു ആൾക്കാര് അപ്പർ കാസ്റ്റിനെ അനുകരിക്കുന്നു, ആ അപ്പർ കാസ്റ്റ് ആൾക്കാര് വെസ്റ്റേണേഴ്സിനെ അനുകരിക്കുന്നു. ഓക്കെ. അപ്പോ ആരാണ്? ഓപ്ഷൻ ബി. എം എൻ ശ്രീനിവാസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി ഒരു പ്രോസസ് ആണ് പറയുന്നത്. ഏത് പ്രോസസ്സാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട വേണ്ടത്? ദ പ്രോസസ് ഡാഷ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. ഈ ഒരു പ്രോസസ്സിന് ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട്.
From the 19th and more so the 20th century, the term began to be associated with positive and desirable values. വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ടേം ആണ്. പീപ്പിൾ ആൻഡ് സൊസൈറ്റീസ് വാണ്ടഡ് ടു ബി മോഡേൺ. ആൾക്കാർക്ക് മോഡേൺ ആവണം. ഓക്കെ, ഒരു ലോങ് ഹിസ്റ്ററിയിലുള്ള ഒരു ടേം ആണ്. അതേപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് ഇത് നന്നായിട്ട് എന്താ പറയാ ഇമ്പാക്ട് വരുന്നത്. ഇതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് ആൾക്കാർ അട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൾക്കാർക്ക് എന്താവണം? മോഡേൺ ആവണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്ത് വിളിക്കാം? മോഡേണൈസേഷൻ എന്ന് വിളിക്കാം. ഇതൊരു പ്രോസസ് ആണ്. ഓക്കെ, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. റൈറ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. സെക്യുലറൈസേഷൻ ഹാസ് യൂഷ്വലി മെന്റ് എ പ്രോസസ് ഓഫ് ഡിക്ലൈൻ ഇൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ. അതായത് സെക്യുലറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മതേതരത്വമാണ്. അതായത് റിലീജിയന്റെ പങ്ക് എന്താണ്? പബ്ലിക് സെക്ടേഴ്സിലോ അല്ലെങ്കിൽ പബ്ലിക് കാര്യങ്ങളിലൊക്കെ വീക്കൻ ആവുന്നതിന്, ഡിക്ലൈൻ ആവുന്നതിന് സെക്യുലറൈസേഷൻ എന്ന് ഡിനോട്ട് ചെയ്യാം. Indicators of secularization has referred to levels of involvement with religious organization. അതായത് സെക്യുലറൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? അതായത് ലെവൽസ് ഓഫ് ഇൻവോൾവ്മെന്റ് വിത്ത് റിലീജിയസ് ഓർഗനൈസേഷൻ. റിലീജിയസ് ഓർഗനൈസേഷനുമായിട്ട് എത്രത്തോളം ഇൻവോൾവ്മെന്റ് എന്ന് നോക്കിയിട്ടാണ് സെക്യുലറൈസേഷനെ മനസ്സിലാക്കുക. ഇപ്പൊ ചർച്ച് ഗോയിങ് ആൾക്കാര് കൂടുതലാണെങ്കിൽ സെക്യുലറൈസേഷൻ എന്താണ്? കുറവാണ്, മതേതരത്വം കുറവാണ്. സെക്യുലറൈസേഷന്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ അത് സെക്യുലറൈസേഷൻ കുറവാണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ലിൻസ് വായിച്ചോ. ഇന്ത്യ caste system operated within a religious framework. Belief systems of purity and pollution were central to its practice. Today, it often functions as political pressure groups. Contemporary India has seen such formation of caste association and caste-based political parties. They seek to press upon the state their demands. അതായത് കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ആദ്യ കാലത്തൊക്കെ റിലീജിയസ് ഫ്രെയിംവർക്കിലായിരുന്നു ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനിൽ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. അതിന്റെ ഒരു സെൻട്രൽ പ്രാക്ടീസ് തന്നെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ആയിരുന്നു. പിന്നീട് എന്താ പറയാ കാസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പുകളായിട്ട് മാറി. ഇപ്പോൾ കണ്ടംപററി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് അസോസിയേഷന്റെ ഒക്കെ ഒരുപാട് ഫോർമേഷൻ നമുക്ക് കാണാം. അതുപോലെ കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികളെ കാണാം. അവര് ഗവൺമെന്റിന്റെ അടുത്ത് അവരുടെ ഗ്രീഫുകളൊക്കെ അഡ്രസ് ചെയ്യുകയും ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാസ്റ്റിന് ഇവിടെ ഒരു റോള് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എന്ത് റോളാണ്? ആദ്യം ഒരു റിലീജിയസ് ഫ്രെയിംവർക്കിലായിരുന്നെങ്കിൽ അവർ പിന്നീട് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് മാറി. അപ്പം ഈ ഒരു പ്രോസസ്സിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ്, വെസ്റ്റേണൈസേഷൻ ഓഫ് കാസ്റ്റ്, സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ്, നോൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ സി സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ്. ഓപ്ഷൻ സി സെക്യുലറൈസേഷൻ ഓഫ് കാസ്റ്റ്. ഇനി റൈറ്റ് വൺ ചൂസ് ചെയ്യാണ് വേണ്ടത്. സാൻസ്ക്രിറ്റൈസേഷൻ എ മോഡൽ എഗെയിൻസ്റ്റ് ഇനിക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള മോഡൽ ഇനിക്വാലിറ്റിക്കും എക്സ്ക്ലൂഷനും എതിരാണെന്നാണ് പറയുന്നത്. ആണോ? തെറ്റാണ്. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ ഇനിക്വാലിറ്റിയിലും എക്സ്ക്ലൂഷനിലാണ് ഇത് നിലനിൽക്കുന്നത് തന്നെ. സാൻസ്ക്രിറ്റൈസേഷൻ റിസൾട്ട്സ് ഇൻ ദ അഡോപ്ഷൻ ഓഫ് അപ്പർ കാസ്റ്റ് റൈറ്റ്സ് rituals. It leads to practices of secluding girls and women. ശരിയാണ്.
അതായത് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് ഒരു സ്ത്രീകളോടും പെൺകുട്ടികളോടുള്ള മനോഭാവം വളരെ നല്ലതായിരുന്നില്ല. ഇവര് സ്ത്രീകളെ കുറച്ചുകൂടെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പർ കാസ്റ്റിന്റെ റിച്വൽസ് ഫോളോ ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുക? പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇച്ചിരി കൂടെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ സെക്ലൂഡ് ചെയ്യും റെസ്പെക്ട്. അങ്ങനെ സ്ത്രീകളോടുള്ള ഒരു മനോഭാവം മോശമായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. The effect of such a trend is that the key characteristics of Dalit culture and society are eroded. അതായത് സാൻസ്ക്രിറ്റൈസേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പർ കാസ്റ്റ് കാര്യങ്ങളെ ഇവര് സുപ്പീരിയർ ആയിട്ട് കാണും. അപ്പം ദളിത് കൾച്ചർ ഉണ്ട്, അവർക്കൊരു സൊസൈറ്റി, അവർക്കൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നശിക്കുകയാണ് ചെയ്യുക അല്ലേ? ഇത് നശിക്കുകയും ഇവര് സ്വന്തം ബർത്തിനെ തന്നെ ലോ ആയിട്ട് കാണുകയും ചെയ്യുന്നു. ഓക്കെ, അവര് സ്വന്തം സ്റ്റാറ്റസിനെ ഷെയിംഫുൾ ആയിട്ട് കാണുന്നു, ഡീഗ്രേഡ് ചെയ്ത് കാണുന്നു, സെൽഫ് വർത്ത് ഉണ്ടാവില്ല. മറിച്ച് മറ്റ് അപ്പർ കാസ്റ്റിനെയൊക്കെ ഇവര് സുപ്പീരിയർ ആയിട്ട് കാണും. സോ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി 2 and 3. ഓപ്ഷൻ ബി 2 and 3. ഇനി സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് ലോ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The well-known issues are that of sati, child marriage, ban on widow remarriage and caste discrimination. അതായത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? സതി, ചൈൽഡ് മാരേജ്, വിഡോ റീമാരേജ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ബാൻ ഓൺ വിഡോ റീമാരേജ്. What marked this 19th century social reform attempt was the modern context and mix of ideas. അത് ഐഡിയകൾ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ രാജാറാം മോഹൻ റോയ് വെസ്റ്റേൺ ഐഡിയാസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള സ്വന്തം നാട്ടിലെ വാല്യൂസിലും ഹിന്ദു ശാസ്ത്രാസിലൊക്കെ ഇദ്ദേഹം റിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോഡേൺ കോണ്ടെക്സ്റ്റിലും അതേപോലെ തന്നെ ട്രഡീഷണൽ വാല്യൂസിന്റെ ഒരു മിക്സ് ആയിരുന്നു 19ാം നൂറ്റാണ്ടിലെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ. ഓപ്ഷൻ എ. ഇനി കറക്റ്റ് മാച്ച് നോക്കാം. രാജാറാം മോഹൻ റോയ് attacked the practice of sati on the basis of both appeals to humanitarian and natural rights doctrines as well as Hindu shastras. അതായത് രാജാറാം മോഹൻ റോയ് പ്രാക്ടീസ് ഓഫ് സതീനെ അറ്റാക്ക് ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് എന്തിന്റെ ബേസിൽ? ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് നാച്ചുറൽ റൈറ്റ്സ് ഡോക്ടറിന്റെ ബേസിലും അതേപോലെ തന്നെ ഹിന്ദു ശാസ്ത്രത്തിന്റെ ബേസിലും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? മനസ്സിലായില്ല. അതായത് രാജാറാം മോഹൻ റോയ് പ്രാക്ടീസ് ഓഫ് സതീനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സെൻസ് ആണ് അറ്റാക്ക് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിന്റെ ബേസിലാണ് ഇവര് ചെയ്യണത്? ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് നാച്ചുറൽ റൈറ്റ്സ്. ഓരോരുത്തർക്ക് ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ റൈറ്റ്സ് ഇല്ലേ? നമുക്ക് ആരെയും തരാണ്ട് നമുക്ക് റൈറ്റ്സ് ഇല്ലേ? അതുപോലത്തെ അത്തരം ഡോക്ടറിൻസ് അതുപോലെ ഹിന്ദു ശാസ്ത്രാസിലാണ് ഇവര് റിലേ ചെയ്തിട്ടുള്ളത്. ഇനി റാനഡയുടെ റൈറ്റിംഗ്സ് entitled the text of the Hindu law on the lawfulness of the remarriage of widows and Vedic authorities for widow remarriage elaborated the Shastric sanction for remarriage of widows. അതായത് ഇദ്ദേഹം വിഡോസിന്റെ റീമാരേജിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം അതുപോലെ ശാസ്ത്രിക് സാങ്ഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഒരു ചെറിയ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതില് sociologist Satish Sabharwal elaborates upon the modern context by sketching 3 aspects to the modern framework of change in colonial India. ഇതില് ഓഡ് വൺ ഏതാണെന്നാണ് എന്താ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ,
നേച്ചർ ഓഫ് ഐഡിയാസ്, റെയിൽവേസ്. ഇതില് ഓപ്ഷൻ ഡി റെയിൽവേസ് ആണ്. ഇദ്ദേഹം എലാബറേറ്റ് ചെയ്യുന്ന 3 ആസ്പെക്റ്റുകളാണ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, നേച്ചർ ഓഫ് ഐഡിയാസ്. ഇനി ഇതില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതില് 2 തെറ്റാണ്, 1 കറക്റ്റ് മാച്ച് ആണ്. ഓക്കെ, അപ്പൊ 1 കറക്റ്റ് മാച്ച് ആണ്. അപ്പൊ ഏതാണ്? ബ്രഹ്മസമാജ് പഞ്ചാബ് ആണോ, ആര്യ സമാജ് ബംഗാൾ ആണോ, ഇനി ഓൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസ് 1914 ഓപ്ഷൻ സി കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. കറക്റ്റ്. ഓൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസ് 1914. ബ്രഹ്മസമാജ് ബംഗാള്, ആര്യ സമാജ് പഞ്ചാബ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, നമുക്ക് നോക്കാം. ദ ഐഡിയ ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ വാസ് ഡിബേറ്റഡ് ഇന്റൻസ്ലി. അതായത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ സമയത്ത് ഫീമെയിൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഡിബേറ്റുകൾ ഇന്റൻസ് ആയിട്ട് നടന്നു. റിഫോമേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ഫോർ എ സൊസൈറ്റി ടു പ്രോഗ്രസ് വുമൺ ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ്. അതായത് ഒരു സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ആ ഒരു സൊസൈറ്റി എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം എന്നാണ് പറയുന്നത്. Thus attempts to justify female education were made by recourse to both modern and traditional ideas. അതായത് ഫീമെയിൽ എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇത്തരം റിഫോമേഴ്സ് എന്ത് വെച്ചിട്ടാണ് ജസ്റ്റിഫൈ ചെയ്തത്? മോഡേൺ ആയിട്ടുള്ള അതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐഡിയകൾ വെച്ചിട്ട്. അപ്പോൾ ഓപ്ഷന് അല്ല, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി ജ്യോതിബ ഫൂലെനെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു അല്ലേ? ഫൂലെ എന്താണ് റീകോൾഡ്? അദ്ദേഹം ചെയ്യണത് പ്രീ ആര്യൻ ഏജിൽ ഉണ്ടായിരുന്ന ഗ്ലോറി, അതായത് ആ ഒരു സമയത്തെ ലെഗസി, ഗ്ലോറി, അത്തരം കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യുകയായിരുന്നു. മറിച്ച് ബാൽ ഗംഗാധർ തിലക് എംഫസൈസ് ചെയ്യുന്നത് ആര്യൻ പീരീഡിലെ ഗ്ലോറിയാണ്. ഡിഫറൻസ് മനസ്സിലായില്ലേ? ജ്യോതിബ ഫൂലെ ആണെങ്കിൽ പ്രീ ആര്യൻ പീരീഡിലാണ്, ബാലഗംഗാധര തിലക് കാണുന്നുണ്ടെങ്കിൽ ആര്യൻ പീരീഡിലെ ഗ്ലോറീസ് ആണ്. ഗ്ലോറീസ് ആ ഒരു സമയത്ത് ലെഗസീസ്, ഇതിന്റെ ബേസിലാണ് ഇവരുടെ ഒരു ഐഡിയോളജി ഫോം ചെയ്തിട്ടുള്ളത്. ഈ നാലാമത്തത് എന്താ? മുസ്ലിം സോഷ്യൽ റിഫോംസ് ആക്റ്റീവ്ലി ഡിബേറ്റഡ് ദ മീനിങ് ഓഫ് പോളിഗമി ആൻഡ് പർദ. ഓക്കെ, മുസ്ലിം സമുദായത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പോളിഗമി എന്നുള്ള ആചാരങ്ങൾ, പർദ ആചാരമൊക്കെ, ഇതിനെ കുറിച്ചൊക്കെ ആക്റ്റീവ് ഡിബേറ്റുകൾ നടന്നു. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇപ്പൊ നമ്മൾ 4 പോയിന്റ്സുകൾ പറഞ്ഞു അല്ലേ? 4 പോയിന്റ്സിന് നമുക്ക് മൊത്തത്തില് എന്ത് വിളിക്കാം? സോഷ്യൽ റിഫോം ആണോ, സോഷ്യൽ ചേഞ്ച് ആണോ, കൊളോണിയലിസം ആണോ, നോൺ ഓഫ് ദ എബവ് ആണോ? സോഷ്യൽ റിഫോം. സോഷ്യൽ റിഫോം ആണ് റൈറ്റ് ആൻസർ. ഇനി റൈറ്റ് മാച്ച് കണ്ടുപിടിക്കണം. തഹസിബ് ഇ നിസ്വാൻ, ദ ലീഡിംഗ് ജേണൽ ഫോർ വുമൺ ഇൻ ബംഗാൾ. ബംഗാളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഡിംഗ് ജേണൽ ആണ് തഹസിബ് ഇ നിസ്വാൻ എന്ന് പറയുന്നു. തെറ്റാണ്. ഇത് പഞ്ചാബിലാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്ത സമയത്ത് ലാഹോർ ആയിരുന്നു. ഇപ്പൊ അത് പഞ്ചാബ് ബേസ്ഡ് ആയിരിക്കും. സതി വാസ് ഒപ്പോസ്ഡ് ബൈ ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജാണ് സതി ഒപ്പോസ് ചെയ്തത്. ഓർത്തഡോക്സ് മെമ്പേഴ്സ് ഓഫ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി ഇൻ ബംഗാൾ ഫോംഡ് എൻ ഓർഗനൈസേഷൻ കോൾഡ് ധർമ്മസഭ ആൻഡ് പെറ്റീഷൻ ദ ബ്രിട്ടീഷ് arguing that reformers had no right to interpret sacred text. അതായത് ബംഗാളില് ഇങ്ങനത്തെ റിഫോം മൂവ്മെന്റുകളൊക്കെ നടന്നല്ലോ. അപ്പോ ഓർത്തഡോക്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഓർത്തഡോക്സ് മെമ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷേഴ്സിനോട് പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സോഷ്യൽ റിഫോമേഴ്സിന് സേക്രഡ് ടെക്സ്റ്റുകൾ റീഇന്റർപ്രറ്റ് ചെയ്യാനോ ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നും റൈറ്റ് ഇല്ല എന്നാണ് ഇവര് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. എ റെസൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദ ഇവിൾസ് ഓഫ് പോളിഗമി, അതായത് മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു പോളിഗമി. അപ്പോൾ ഇതിന് ഒരുപാട് ഇൽ എഫക്റ്റുകൾ
മുസ്ലിം സമുദായത്തിൽ തന്നെ എന്താ പറയാ ഉണ്ടായിരുന്നു. അതായത് പുരുഷന്മാര് ഒന്നോ അല്ല അധികമോ അല്ലെ 4 ഭാര്യമാര് വരെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്ത്രീകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് വന്നത്? അപ്പൊ ഇതിനെ ഒരു ഇവിളായിട്ടും കണ്ടു. അപ്പോ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജഹനാര ഷാ നവാസ്. ഇവര് എവിടെയാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ഓൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസിൽ. ഇതും റൈറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ മുസ്ലിം ലേഡീസ് കോൺഫറൻസിനെ കുറിച്ച് 1914 അപ്പൊ ഇതില് റൈറ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2, 3, 4. 2, 3, 4. ഓക്കെ. ഇനി അപ്പൊ നമ്മള് ഇന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, പ്രോബ്ലം സോൾവിങ് സെഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത and Chennai were given a lot of importance during colonial rule because അതായത് കൊൽക്കത്ത ചെന്നൈക്കൊക്കെ എന്താണ് കൊളോണിയൽ റൂളിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. 4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് അതായത് എ ഓപ്ഷൻ, ഡ്യൂ ടു ഹ്യൂജ് പോപ്പുലേഷൻ ദീസ് സിറ്റീസ് വെർ ഫേവേർഡ്. പോപ്പുലേഷൻ കൂടുതലായത് കാരണം ഇവര് ഫേവർ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. റൈറ്റ് ആണോ? തെറ്റാണ്. റോ മെറ്റീരിയൽസ് വെർ എക്സ്പോർട്ടഡ്, മാനുഫാക്ചേർഡ് ഗുഡ്സ് വെർ ചീപ്ലി ഇമ്പോർട്ടഡ്. റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്തു, അതുപോലെ മാനുഫാക്ചേർഡ് ഗുഡ്സ് ചീപ്ലി ഇമ്പോർട്ട് ചെയ്തു. ശരിയാണ്. പിന്നെ മെജോറിറ്റി പോപ്പുലേഷൻ ദി സിറ്റീസ് വർക്ക്ഡ് ഇൻ ഫാക്ടറീസ്, ഓഫീസസ്, ഷോപ്സ്, ഹാഡ് എ ലോട്ട് ഓഫ് ചീപ്പ് ലേബർ അവൈലബിൾ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ബി ആണ് റൈറ്റ് ആൻസർ. ഈ മോഡേണൈസേഷൻ, നമ്മൾ മോഡേണൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മുടെ എല്ലാ കാര്യത്തിലും എന്താ ചേഞ്ചസ് വരുന്നതിനെ മോഡേണൈസേഷൻ എന്ന് വിളിക്കാം. ട്രെൻഡ്സ് ഓഫ് മോഡേണൈസേഷൻ ഇന്ത്യ ഈസ് വിസിബിൾ ത്രൂ ദ ഫോളോവിങ്. അതായത് മോഡേണൈസേഷൻ ട്രെൻഡ്സുകൾ വിസിബിൾ ത്രൂ ഫോളോവിങ്. എന്താ? പീപ്പിൾ ക്യാൻ സിറ്റ് ടുഗെദർ ഇൻ പബ്ലിക് പ്ലേസസ്, മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് ഹാവ് സ്പെസിഫിക് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് സെക്ഷൻസ് ഇൻ ന്യൂസ് പേപ്പർ ആൻഡ് വെബ്സൈറ്റ്സ്. People can form zigzag groups through WhatsApp. People can form caste-based associations. People can sit together in public places. ബാക്കി മാട്രിമോണിയൽ സൈറ്റുകൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി പറയുമ്പോൾ തന്നെ മനസ്സിലാവും മോഡേണൈസേഷൻ. പിന്നെ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കണ കാര്യം ആൻഡ് കാസ്റ്റ് ബേസ്ഡ് അസോസിയേഷൻസ്. അപ്പൊ ഇത് 3 അല്ല നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ. ഇനി നമ്മൾ പറഞ്ഞു ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷന്റെ അതേ പ്രോസസ്സ് ഇന്ത്യയിലെ ഡീ ഇൻഡസ്ട്രിയലൈസേഷന് കാരണമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് ലെഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ബ്രിട്ടൻ ആൻഡ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ? അതായത് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് ഇവിടെ ഡീ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് കാരണമായിട്ടുള്ളത്? ഒന്നാമത്തേത് അതായത് എ ഓപ്ഷൻ, ലോക്കൽ ആർട്ടിസാൻസ് വെർ എക്സ്ട്രീംലി സ്ലോ. അതായത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ആർട്ടിസാൻസോ വർക്കേഴ്സോ ഒക്കെ എക്സ്ട്രീംലി സ്ലോ ആയിരുന്നു. അല്ലെങ്കിൽ ഇൻ ഇന്ത്യ റോ മെറ്റീരിയൽസ് വാസ് വെരി എക്സ്പെൻസീവ് ഇൻ കമ്പാരിസൺ ടു ബ്രിട്ടൻ. ഇന്ത്യൻ ആർട്ടിസാൻസ് ലാക്ക്ഡ് പ്രോപ്പർ നോളജ്. ട്രഡീഷണൽ എക്സ്പോർട്സ് വെർ ഫേസിംഗ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം ബ്രിട്ടൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ട്രഡീഷണൽ എക്സ്പോർട്ടേഴ്സ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഓക്കെ. മാഞ്ചസ്റ്റർ എന്തിനായിരുന്നു ഫേമസ്? വസ്ത്രവ്യാപാരത്തിന്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. മാക്ഡൊണാൾഡ് സർവിംഗ് ബട്ടർ ചിക്കൻ ബർഗർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നാഷണലൈസേഷൻ, ഗ്ലോക്കലൈസേഷൻ, അസിമിലേഷൻ, ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ അല്ല, മറിച്ച് ഗ്ലോക്കലൈസേഷൻ ആണ്. അതായത് ഗ്ലോബലൈസേഷൻ നമ്മൾ പറയും, അതായത് ഒരു സ്ഥലത്തെ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ചിക്കൻ ബർഗർ നോക്കുക, എടാ ഇതിന്റെ സംഭവം ചിക്കൻ ബർഗറിൽ ബട്ടർ വരുമ്പോ, ബട്ടർ എവിടുത്തെ ഉൽപ്പന്നമാണ്? ഇന്ത്യയിലെ ഉൽപ്പന്നമാണ്. അപ്പം ഗ്ലോബലൈസേഷനും പ്ലസ് ലോക്കലൈസേഷനും വരുമ്പം
ഗ്ലോക്കലൈസേഷൻ ലോക്കലൈസേഷൻ വരുമ്പം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഓപ്ഷൻ ബിയിലേക്ക് ലോക്കലൈസ്. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമ്മള് ഗ്ലോബലൈസേഷൻ ചൂസ് ചെയ്യുന്നത്. തെറ്റിക്കരുത് കേട്ടോ. Sociologist who celebrates upon the modern context of sketching three aspects to modern framework of change in colonial India, modes of communication, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് നേച്ചർ ഓഫ് ഐഡിയാസ്. ഇത് ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജ്യോതിബ ഫുലെ, സതീഷ് സെബർവാള്. ഫൂലേക്ക് ആകെ നമ്മൾ എന്താ ഫൂലിനെ കുറിച്ച് പറഞ്ഞു? കാസ്റ്റ് അല്ലേ? രാജാറാം മോഹൻ റോയ് സതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 3 aspects as per Satish Sebarwal to the modern framework of change in colonial India includes. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. സതീഷ് സെബർവാളിനെ കുറിച്ചല്ല നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ 3 ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, നേച്ചർ ഓഫ് ഐഡിയാസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. BC. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ആസാം ബീയിങ് ട്രാൻസ്ഫോമിംഗ് ഇൻ ടു എ ലൂക്രേറ്റീവ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ? നമ്മൾ പറഞ്ഞു ആസാമിന്റെ അവസ്ഥ എന്തായിരുന്നു, അതിന് ശേഷം എന്താണ്, എന്തോ ഒരു സാധനം അവിടേക്ക് വന്ന സമയത്ത് അവര് ഒരു റവന്യൂ സോഴ്സ് ആയിട്ട് മാറി. എന്തായിരുന്നു? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഡിമാൻഡ് ഫോർ റെയിൽവേ സ്ലീപ്പേഴ്സ്. നേരത്തെ ഡിസ്കസ് ചെയ്തോണ്ടായിരുന്നു. ഓക്കെ, മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കാരണം. ഓക്കെ, ഇനി എന്താണ് മദ്രാസ് എക്സ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കണത്. അപ്പോ കോഫി, കോട്ടൺ, ഇൻഡിഗോ, ഷുഗർ, ABD അല്ലേ? ജൂട്ട്, കോഫി കോട്ടൺ, കോഫി ഇൻഡിഗോ, കോഫി ജൂട്ട് എന്നത് മദ്രാസ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മദ്രാസ് എക്സ്പോർട്ട് ചെയ്തത് കോട്ടൺ എക്സ്പോർട്ട് ചെയ്തു, ഇൻഡിഗോ എക്സ്പോർട്ട് ചെയ്തു. ജൂട്ടല്ല, ഷുഗർ. ജൂട്ട് കൽക്കട്ടയാണ് എക്സ്പോർട്ട് ചെയ്തത്, ഡണ്ടിയിലേക്ക്, സ്കോട്ട്ലാൻഡിലേക്ക്. അപ്പൊ ABC, ഓപ്ഷൻ എ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് കുറച്ച് തളർന്നോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇടയിൽ വെച്ചിട്ട് ഓരോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ പ്രശ്നമില്ല, നമ്മൾ പഠിച്ചു വരുന്നല്ലോ. അപ്പോ മാറി പോവാണ്ട് നോക്കുക. പക്ഷെ എന്നാലും നല്ല അറ്റൻറ്റീവ് ആയിരുന്നല്ലോ. അപ്പോ നെഗറ്റീവ് മാർക്കൊന്നും വരാണ്ട് നോക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം അല്ലേ? ഓക്കെ, ശരി.